ജമീൽ റെക്കോർഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ തുടങ്ങാം അല്ലേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പ്രാചീന കവിതകൾ മുതൽ ആധുനിക മലയാള കാവ്യ പാരമ്പര്യത്തിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന മാപ്പിളപ്പാട്ടുകൾ എന്ന ഒരു കാവ്യ ശാഖയെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ കാവ്യ പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സമാന്തരമായി തന്നെ അറബി മലയാളം എന്ന ഒരു ലിപി വ്യവസ്ഥയെ കൂടി മനസ്സിലാക്കേണ്ടി വരും. പഴയ ചോദ്യ പേപ്പറുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഏറെക്കുറെ ഏതാണ്ട് എല്ലാ പരീക്ഷകളിലും മാപ്പിളപ്പാട്ടിനോട് ബന്ധപ്പെടുത്തിയോ അറബി മലയാളത്തിനോട് ബന്ധപ്പെടുത്തിയോ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കാണുന്ന ഒരു ശീലമുണ്ട്, പതിവുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ധാരണ നമ്മൾ എന്തായാലും നേടേണ്ടതുണ്ട് എന്നതാണ് അതിന് കാരണം. വളരെ എളുപ്പമുള്ള ഒരു മേഖലയാണ്, ഒരു ഏരിയയാണ് ഇത്. കാര്യമായ സംശയങ്ങളൊന്നും സാധ്യത ഇല്ലാത്ത ഒരു വിഷയമാണ്. സാമാന്യമായ ചില കാര്യങ്ങൾ ഇതിൽ വസ്തുതാപരമായ ചില സംഗതികൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈവ് ക്ലാസ് മുന്നോട്ട് പോകാം. ഞാൻ ഒരു മണിക്കൂർ സംസാരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ ചർച്ചകളോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട ഈ സംഗതിയുമായി വരുന്ന വസ്തുതകൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിന് പകരം വസ്തുതകളിലൂടെ, അതായത് നമ്മുടെ ചോദ്യങ്ങൾ എങ്ങനെ നേരിടാം, നമ്മളിപ്പോൾ ഒരു പരീക്ഷാ സംബന്ധിയായ പഠനമായതുകൊണ്ട് ചോദ്യങ്ങൾ എങ്ങനെ നേരിടാം എന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് ഞാൻ നടത്തുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അറബി മലയാളത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അറബി മലയാളം എന്നത് ഒരു ലിപിയാണ്. മുസ്ലിങ്ങൾ എഴുതാൻ ഉപയോഗിച്ച ലിപി എന്ന് വേണമെങ്കിൽ അതിനെ സാമാന്യമായി പറയാം. നേരത്തെ ഉണ്ടായ ചില ഗവേഷണങ്ങളിൽ ആ ഗവേഷണങ്ങളൊന്നും അക്കാഡമികമായ ഗവേഷണങ്ങളല്ല, മറിച്ച് അറബി മലയാളത്തിൽ നേരത്തെ പലരും ചെയ്തിരുന്നത് പോലെ വ്യക്തിപരമായി നടത്തിയ സ്വകാര്യമായ ഗവേഷണങ്ങളിൽ ചിലർ അറബി മലയാളം ഒരു തനതായ ഭാഷയാണ് എന്ന് വാദിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ ആ ഒരു വാദം പ്രസക്തമല്ലാതായി തീരുകയും ഏറെക്കുറെ എല്ലാവരും അറബി മലയാളം ഒരു ലിപിയാണ് എന്ന കാര്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പുതിയ കാലത്ത് അക്കാഡമിക്കായി ഈ വിഷയത്തെ സമീപിച്ച ഡോക്ടർ എം.എൻ. കാരശ്ശേരി, അതേപോലെ ഫൈസൽ എളേറ്റിൽ പോലെയുള്ള അക്കാദമികവും അല്ലാത്തവരുമായ ആളുകൾ ഇപ്പോൾ അതൊരു ലിപിയാണ് എന്ന കാര്യം സമ്മതിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. അതിനെ ഒരു ഭാഷയാണ്, അതൊരു സവിശേഷമായ ഭാഷയാണ് എന്ന് വാദിച്ച ആളുകൾ കാര്യമായി പറഞ്ഞിരുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഇതിൽ ചില പദങ്ങൾ ഉണ്ട്, അറബിയിൽ നിന്നും പേർഷ്യനിൽ നിന്നും എല്ലാം വന്ന കുറെ പദങ്ങൾ അറബി മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. പക്ഷേ മറ്റൊരു ഭാഷയിൽ നിന്നും പദങ്ങൾ ആദാനം ചെയ്യുക എന്നത് ഏതൊരു ഭാഷയുടെയും സവിശേഷതകളിൽ ഒന്നാണ് എന്ന് ഭാഷാശാസ്ത്ര നിഗമനങ്ങൾ ഉള്ളതിനാൽ ആണ് ആ ഒരു വാദം തള്ളിപ്പോവുകയും ആ പദങ്ങൾ ഉപയോഗിച്ചാലും ഇത് എഴുതുന്ന ലിപി വേറെയാണെങ്കിലും വായിച്ചു കേട്ടാൽ അത് മലയാളമാണ് എന്ന് തന്നെ തോന്നും. ഉദാഹരണമായിട്ട് കുഞ്ഞഹമ്മദ് കുട്ടി എന്ന ഒരു മുസ്ലിം പേര് നമ്മൾ അറബി മലയാളത്തിൽ എഴുതുന്നു എന്ന് വെക്കുക. കുഞ്ഞഹമ്മദ് കുട്ടി ഒരു വിദ്യാർത്ഥിയാകുന്നു എന്ന് നമ്മൾ അറബി മലയാളത്തിൽ എഴുതിയാൽ അത് വായിക്കുന്നത് മറ്റൊരു ഭാഷയിലുള്ള ഒരു വാക്യമല്ല, മലയാളത്തിലുള്ള ഒരു വാക്യമായിട്ട് തന്നെ ആയിരിക്കും. കുഞ്ഞഹമ്മദ് കുട്ടി ഒരു വിദ്യാർത്ഥി ആകുന്നു എന്ന് നമുക്ക് നേരെ ചൊവ്വെ അറബി മലയാളത്തിൽ എഴുതാം. അപ്പൊ എന്തിനാണ് മുസ്ലിങ്ങൾ ഇത്തരം ഒരു സവിശേഷമായ ഭാഷ രൂപപ്പെടുത്തി എന്ന ഒരു ചോദ്യമാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഈ ലിപിയുടെ കാരണം എന്താണെന്ന്. ഒന്ന്, ഏറെക്കുറെ 9-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ ആണ്
ക്രിസ്തു വർഷം 9-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ ആണ് ഇത്തരമൊരു ലിപി സമ്പ്രദായം മലയാള ഭാഷയ്ക്ക് ഉണ്ടായത് എന്നാണ് അനുമാനം. തെളിവുകളൊന്നുമില്ല. തെളിവുകളില്ലാതിരിക്കാനുള്ള കാരണം ഞാൻ പിന്നീട് പറയാം. അപ്പോ ആ ഒരു നൂറ്റാണ്ടുകളിൽ ഈ ഒരു ലിപി ഉണ്ടായ കാലത്ത് മലയാള ഭാഷ കുറിക്കാൻ പ്രത്യേകമായ മറ്റൊരു ലിപിയും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സർവ്വസാധാരണമായ ഒരു ലിപിയെ അന്ന് നടപ്പില്ലായിരുന്നു. മാത്രമല്ല ഇന്നത്തെ പോലെ എഴുത്ത്, വായന, അച്ചടി തുടങ്ങിയവയൊന്നും നിങ്ങൾക്കറിയാമല്ലോ. മലയാള സാഹിത്യ ചരിത്രവും ഭാഷാ ചരിത്രവും അറിയുന്നവർക്കെല്ലാം അറിയാം. മലയാള ലിപിയും അച്ചടിയും എല്ലാം വികസിച്ചു വന്നത് 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടുകളിലൊക്കെയാണ്. അപ്പോൾ 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും സാധാരണ ആളുകൾ എഴുതാൻ സ്വന്തമായി ഒരു ലിപി ഇല്ലാത്ത കാലത്ത് മുസ്ലിങ്ങൾ തങ്ങൾക്ക് വശപ്പെട്ട ഒരു ലിപിയിൽ മലയാളം എഴുതി എന്നേ വരൂ. അതെന്താ കാരണം? അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗത്തിന് എഴുത്ത് ഒരു ശീലമായിരുന്നില്ല, വായന ഒരു ശീലമായിരുന്നില്ല. എന്നാൽ പൊതുവെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ക്രൈസ്തവ ജനതയുടെയും മുസ്ലിങ്ങളുടെയും പ്രത്യേകത അവരുടെ വായന അവരുടെ മതജീവിതത്തിന്റെ ഭാഗമാണ്. ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അവരുടെ മതജീവിതത്തിന്റെ ഭാഗമാണ്. ബൈബിൾ പാരായണം ചെയ്യുക എന്നത് അവരുടെ മതജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചാൽ ഉടൻ ചെയ്യുന്ന ഒരു പ്രധാന സാംസ്കാരിക മാറ്റങ്ങളിൽ ഒന്ന് അറബി വായിക്കാനും എഴുതാനും പഠിക്കുക എന്നതാണ്. ഈ അറബി വായിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അന്ന് സമുദായം സ്വയം ചെലവെടുത്ത് ദർസുകൾ എന്നറിയപ്പെടുന്ന, മദ്രസകൾ എന്ന് ഇപ്പോൾ പറയപ്പെടുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക പതിവാണ്. ഈ മദ്രസത്തിൽ വായിച്ചു കൊടുക്കുന്ന ആളാണ് മുക്രി. ഖറഅ എന്ന അറബി വാക്കിന്റെ അർത്ഥം വായിച്ചു എന്നാണ്. ഖറഅ, ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കൂ. മുക്രി എന്ന് പറയുന്ന വായിച്ചു കൊടുക്കുന്ന ആൾ എന്നാണ് അർത്ഥം. മുക്രി. ഈ മുക്രിയാണ് പിന്നീട് മുക്രി ആയത്. പള്ളിയിലൊക്കെ ബാങ്കൊക്കെ കൊടുക്കുന്ന ആൾക്കല്ല നമ്മൾ മുക്രി എന്ന് പറയാം. അപ്പോൾ ഈ മുക്രി എന്നുള്ള ഒരു വായിച്ചു കൊടുക്കാനുള്ള ഒരാൾ, വായനയും എഴുത്തും പഠിപ്പിക്കാനുള്ള ഒരാൾ മുസ്ലിം സമുദായത്തിന്റെ ഒരു സെറ്റപ്പിന്റെ ഭാഗമാണ്. അവരുടെ ഒരു സാമൂഹിക രൂപവൽക്കരണത്തിന്റെ കൂടെ ഭാഗമാണ്. അപ്പോ ഇസ്ലാം കേരളത്തിലേക്ക് വന്നത് എന്ന കാര്യത്തിൽ മറ്റൊരു വിഷയമാണ്. വലിയ ചർച്ചകളും ചരിത്ര വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നായാലും അതിന് ഏത് നൂറ്റാണ്ടിലാകട്ടെ, ചില ആളുകൾ വാദിക്കുന്നത് മുഹമ്മദ് നബിയുടെ കാലം തൊട്ട് 7-ാം നൂറ്റാണ്ടിന് ശേഷം എന്ന് പറയുന്നു. ചില ആളുകൾ പറയുന്നു മുഹമ്മദ് നബിക്ക് ശേഷം 2 നൂറ്റാണ്ട് കഴിഞ്ഞ് 9-ാം നൂറ്റാണ്ടിലാണെന്ന് പറയുന്നു. ചില ആളുകൾ പറയുന്നു അതിനും ശേഷം 11-ാം നൂറ്റാണ്ടിലാണെന്ന് പറയുന്നു. പ്രധാനമായി ഈ 3 വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. എപ്പോഴായാലും കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വരികയും ഇവിടെ മുസ്ലിങ്ങളുടെ ഒരു ജനപദങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം അവർ അറബി എഴുതാനും വായിക്കാനും പഠിക്കുക എന്ന ഒരു ഭാഷാ സവിശേഷതയിലേക്ക് കൂടി പ്രവേശിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അറബി എഴുതാനും വായിക്കാനും അറിയുന്ന ഇവിടുത്തെ മുസ്ലിം സമുദായം, അവരെയാണ് നമ്മൾ മാപ്പിളമാർ എന്ന് വിളിക്കുന്നത്. അത് ഞാൻ പിന്നീട് ഇതിന് ശേഷം പറയാം. ഈ മുസ്ലിം സമുദായം തങ്ങൾക്കൊരു ലിപി വശപ്പെട്ടു. അറബി ലിപി അവർക്ക് അറിയാം. ഈ അറബി ലിപിയിൽ അന്ന് ലിപി പ്രചാരത്തിലില്ലാത്ത മലയാളം എഴുതാൻ സ്വാഭാവികമായി അവർ ശ്രമിക്കും. തങ്ങളുടെ കയ്യിലുള്ളപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ വളരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. ഇംഗ്ലീഷ് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വെക്കും. മലയാളം ആ മൊബൈലിൽ എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മെസ്സേജൊക്കെ എങ്ങനെയാണ് അയക്കുക? ഇംഗ്ലീഷിൽ നമ്മൾ അയക്കും. ഉറങ്ങിയോ, URANG എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ഉറങ്ങിയോ എന്ന് ചോദിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ലിപിയുണ്ട്. പക്ഷെ നമ്മുടെ വ്യവഹാര ഭാഷയ്ക്ക് അത് യോജിക്കാതെ വരുമ്പോൾ നമ്മൾ കയ്യിലുള്ള ലിപിയിൽ ആ വ്യവഹാര ഭാഷ എഴുതാനുള്ള ഒരു ശ്രമം നടത്തും. കേരള മുസ്ലിങ്ങൾ അവരുടെ മതജീവിതത്തിന്റെ ഭാഗമായി അറബി എഴുതാനും വായിക്കാനും പഠിച്ചപ്പോൾ ആ ലിപിയിൽ അവർ മലയാളം എഴുതാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ എഴുതിയുണ്ടായ ഒരു ലിപി ആയിരിക്കണം അറബി മലയാളം എന്നാണ് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുത. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞഹമ്മദ് കുട്ടി ഒരു വിദ്യാർത്ഥിയാകുന്നു എന്ന ഒരു വാക്യം അവർ എഴുതാൻ ശ്രമിച്ചാൽ മറ്റൊരു ഗുണം കൂടി അതിന് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അറബി ഭാഷയിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്യത്തിൽ
അറബി ഭാഷയിൽ തീരെ ഇല്ലാത്ത രണ്ട് സ്വനിമങ്ങളുണ്ട്. ഒന്ന് കുഞ്ഞഹമ്മദ് എന്നതിലെ ഇഞ്ഞ ആണ്, കുട്ടി എന്നതിലെ ഇട്ട ആണ്. അപ്പോൾ ഇഞ്ഞ എന്ന സ്വനിമയും ഇട്ട എന്ന സ്വനിമയും അറബി ഭാഷയിൽ ഇല്ല. അപ്പോ അറബി ഭാഷയിൽ ഇല്ലാത്ത രണ്ട് സ്വനിമങ്ങൾ കൂടി അവർക്ക് എഴുതേണ്ടി വരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? ഞ എന്ന സ്വനിമത്തെ എഴുതാൻ വേണ്ടി ജ എന്ന സ്വനിമത്തിന് ചെറിയ വ്യത്യാസം വരുത്തി പുള്ളി ആണ്. അറബി ലിപി അറിയുന്നവർക്കറിയാം, പുള്ളി ഇട്ട് എഴുതുക ചെയ്യുക. അപ്പോൾ ഒരു പുള്ളിക്ക് പകരം 3 പുള്ളി കൊടുക്കും, അപ്പൊ ഞ ആകും. ഈ ഒരു രീതിയിൽ അവർ അറബിയെ മാറ്റി, അറബിയെ പരിഷ്കരിച്ചു. ഈ പരിഷ്കരിച്ചപ്പോൾ എന്തായി? അത് സ്വാഭാവികമായും അറബിയുടെ ലിപിയുടെ അടിസ്ഥാനമാണ്. മുഴുവനായിട്ട് അറബി ലിപിയല്ല. 13 സ്വനിമങ്ങൾ, മലയാളത്തിൽ ഉള്ളതും അറബിയിൽ ഇല്ലാത്തതുമായ 13 സ്വനിമങ്ങൾ അറബിയിലേക്ക് പുതിയ ലിപികൾ ചേർത്ത് അവരുണ്ടാക്കി. അപ്പോ കുഞ്ഞഹമ്മദ് കുട്ടി എന്ന് എഴുതാൻ കഴിയും. ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒരു മത കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അയാൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ജുമുഅ നമസ്കരിക്കും. ആ ജുമുഅ എന്ന വാക്ക്, ഈ ജുമുഅ എന്ന വാക്കിലെ അവസാനത്തെ സ്വനിമമായ അ ഉണ്ടല്ലോ, അത് അറബിയിൽ സാധാരണ ആ അല്ല, റ എന്നാണ്. അത് ആ സ്വനിമം മലയാളികൾക്ക് ഉച്ചരിക്കാൻ പ്രയാസമുണ്ടാവും. റ എന്നാണ്, ജുമുഅ എന്നാണ്. ഈ റ എന്ന സ്വനിമത്തെ അവർക്ക് അറബി ഭാഷയിലും എഴുതാം. ജുമു എന്ന പള്ളിയിലേക്ക് പോയി എന്ന ഇതൊക്കെ മലയാളത്തിലും എഴുതാം. അപ്പൊ മതകാര്യങ്ങൾ എഴുതാൻ അറബിയെക്കാളും മലയാള ലിപിയെക്കാളും ഏറ്റവും യുക്തമായ, ഏറ്റവും യോജിച്ച, ഫിറ്റായ ഒരു ലിപി അറബി മലയാളമാണ്. അപ്പൊ അതുകൊണ്ടാണ് മദ്രസകളിൽ ഇപ്പോഴും അവർ അറബി മലയാള ലിപി ചില വിഭാഗക്കാർ ഉപയോഗിക്കുന്നത്. കാരണം അറബിയും മലയാളവും ഒരുപോലെ എഴുതാനുള്ള ഒരു ലിപി എന്ന അർത്ഥത്തിൽ അറബി മലയാളത്തിൽ ഇപ്പോഴും സാധ്യതയുണ്ട്. ആ സാധ്യത അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അറബി മലയാള ലിപിയിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും, കത്തും പാട്ടും മത കാര്യങ്ങളും എല്ലാം എഴുതിയിരുന്നത്. വലിയൊരു സാഹിത്യ പാരമ്പര്യം അറബി മലയാള ലിപിക്കുണ്ട്. ഈ കാരണം അറബി മലയാള ലിപി അവരുടെ കൈവശം വന്നതോടുകൂടി അവർ പാട്ടുകൾ മാത്രമല്ല പലതരം സാഹിത്യ കൃതികൾ അവരെഴുതി. ഈ ഒരു പാരമ്പര്യം മുസ്ലിങ്ങൾ എത്തിച്ചേർന്ന എല്ലാ രാജ്യത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, അറബി ലിപി ഉപയോഗിച്ച് തമിഴ് എഴുതുന്ന രീതിയുണ്ട്. അറബി ഉപയോഗിച്ച് തമിഴ് എഴുതുന്ന ലിപിക്ക് പേര് അർവി എന്നാണ്. അർവി എന്നാണ്. അറബി മലയാളം പോലെ ഇപ്പോഴും തമിഴ് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ധാരാളം കൃതികൾ രചിക്കപ്പെട്ട ഒരു ലിപിയാണ് അറബി ലിപി. അപ്പോ അറബി മലയാളം, അറബി പഞ്ചാബി ഉണ്ട്. ഇത് ക്രിസ്തുമതത്തിലും ഇതേ സംഗതിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സുറിയാനി ഭാഷയിൽ, സുറിയാനി ലിപിയിൽ മലയാളം എഴുതുന്ന പതിവ് കർസോനി എന്നൊരു ലിപി അവർക്കിടയിൽ ഉണ്ടായിരുന്നു. കർസോനി എന്നാണ് ലിപിയുടെ പേര്, മറക്കരുത്. കർസോനി എന്ന ലിപി സുറിയാനി ഭാഷയിൽ മലയാളം എഴുതുന്ന ഒരു പതിവാണ്. അപ്പോ മലയാളത്തിലേക്ക് കടന്നു വന്ന മതങ്ങൾ അവരുടെ മതകീയമായ ഭാഷയിൽ മലയാളം എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ നടത്തിയതിൻ്റെ ഫലമാണ് അറബി മലയാള ലിപി രൂപം കൊണ്ടത്. ഈ അറബി മലയാള ലിപി അവരുടെ ഒരു ലിപിയുടെ സൗകര്യം കിട്ടിയതോടുകൂടി അവർക്ക് ധാരാളം കൃതികൾ രചിക്കാൻ തുടങ്ങി. അതിൽ വൈദ്യ കൃതികളുണ്ട്, ഭൂമിശാസ്ത്ര രചനകളുണ്ട്, ഗോളശാസ്ത്ര രചനകളുണ്ട്, അതേപോലെ അങ്ങനെയുള്ള നോവലുകളുണ്ട്, കഥകളുണ്ട്. ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. പാട്ടുകളുണ്ട്. ഇങ്ങനെ ധാരാളം എഴുതേണ്ടി വന്നു അവർക്ക്. കാരണം എന്താന്ന് പറഞ്ഞാല് ഉദാഹരണമായിട്ട് നമസ്കാരം, അവരുടെ ആരാധനാ രീതിയാണ് നമസ്കാരം. നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ ദിക്കറിയണം. എപ്പോഴും പടിഞ്ഞാറ്, കേരളത്തിലാണെങ്കിൽ കഅബ, മക്കയിലുള്ള കഅബയുടെ നേരെ തിരിയുക. എവിടെ ഒരാൾ ഒറ്റക്കാണെങ്കിൽ പോലും അയാൾക്ക് ദിക്കറിഞ്ഞാലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ ദിക്ക് പഠിക്കുക എന്നത് മതവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം വിജ്ഞാനങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെ അവർക്ക് മുസ്ലിങ്ങളുടെ ആരാധന തീയതികളൊക്കെ നിശ്ചയിക്കുന്നത് അറബി മാസവുമായി ബന്ധപ്പെട്ടാണ്. അറബി മാസം നിശ്ചയിക്കുന്നത് ചന്ദ്രന്റെ ഉദയാസ്തമനങ്ങൾ നിശ്ചയിച്ചിട്ടാണ്. അപ്പോൾ ഒരു പൊതുവായ ഒരു ഗോളശാസ്ത്ര സംഗതികൾ, ചന്ദ്രന്റെ ഉദയം, അതിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ, ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നൊരു മുസ്ലിമിന്റെ പൊതുജീവിതത്തിന്റെ, മതജീവിതത്തിന്റെ ഭാഗമാണ്.
ഇങ്ങനെ ഈ രീതിയിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട്. ഡിക്ഷണറികളുണ്ട് ഈ അറബി മലയാളത്തിൽ. അങ്ങനെ 2000-ഓളം കൃതികൾ. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന ഒരു പുസ്തകമുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം. ഈ ആ കൃതിയിൽ ഈ ഡോക്ടർ CK കരീം പറയുന്നത് ഈ ലിപി ഉപയോഗിച്ച് 2000-ഓളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നാം. 2000-ഓളം പുസ്തകങ്ങൾ ഈ അറബി മലയാള ലിപിയിൽ പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ അറബി മലയാള ലിപിയിൽ എഴുതപ്പെട്ട ധാരാളം പത്രങ്ങളുണ്ട്. ഇപ്പൊ സലാഹുൽ ഇഖ്വാൻ, റഫീഖുൽ ഇസ്ലാം പോലെയുള്ള പത്രങ്ങൾ, അൽ ബയാൻ, നിസാ ഉൽ ഇസ്ലാം, തുഹ്ഫത്തുൽ അഖിയാർ, അൽ ഇസ്ലാം തുടങ്ങി ധാരാളം പത്രങ്ങൾ അറബി മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ പ്രസിദ്ധമായ നാമമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു അറബി മലയാള പത്രം ഉണ്ടായിരുന്നു. മുസ്ലിം എന്ന പേരിലാണ് അത് ഇറങ്ങിയിരുന്നത്. അപ്പോ സ്വദേശാഭിമാനിയെ വെച്ച് അദ്ദേഹം സ്വദേശാഭിമാനി എന്ന മലയാള ലിപിയിലുള്ള പത്രം നടത്തുന്നതോടൊപ്പം തന്നെ മുസ്ലിം എന്ന പേരിൽ അറബി മലയാളത്തിൽ ലിപിയിലും അദ്ദേഹം ഒരു പത്രം നടത്തിയിരുന്നു. മലയാളത്തിൽ 1960-കൾ വരെ ഏറെക്കുറെ എല്ലാ സാഹിത്യങ്ങളും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സാഹിത്യവും വന്നിരുന്നത് ഈ അറബി മലയാളത്തിലായിരുന്നു. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവർ എഴുതിയ കാര്യങ്ങളും അറബി മലയാളം. ഉദാഹരണമായിട്ട് അറബി മലയാളത്തിൽ ബൈബിൾ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിന്റെ കോപ്പിയുണ്ട്. അറബി മലയാള ബൈബിൾ. അതായത് മുസ്ലിങ്ങൾ വായിക്കണമെന്ന് മിഷണറിമാർ ആഗ്രഹിച്ചത് കൊണ്ട്, കാരണം അന്ന് മുസ്ലിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയുന്ന ഏക ലിപി അറബി മലയാളം ആയതുകൊണ്ട് ബൈബിൾ അറബി മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അറബി മലയാളത്തിന്റെ ഒരു വലിയൊരു സാഹിത്യ സമ്പത്തുണ്ട്. ഈ ഒട്ടേറെ പരിഷ്കാരങ്ങൾ അറബി മലയാളത്തിന് വരുത്തിയിട്ടുണ്ട്. ആ പരിഷ്കാരങ്ങൾ വരുത്തിയ ആളുകളുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കണം. ഈ പരിഷ്കാരങ്ങൾ വരുത്തിയതൊക്കെ അതിന്റെ അച്ചടിക്ക് വേണ്ടിയിട്ടാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽ ഇസ്ലാം, അൽ മുസ്ലിം മാസികകളൊക്കെ ഇറക്കിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അത് ഒരു അറബി മലയാളത്തെ പരിഷ്കരിച്ച ഒരാളാണ്. ഷുജായി മൊയ്ദു മുസ്ലിയാർ അറബി മലയാളത്തെ പരിഷ്കരിച്ച മറ്റൊരാളാണ്. നമ്മൾ വളരെ പ്രസിദ്ധനായ മറ്റൊരാൾ നിങ്ങൾക്കറിയാം, മഖ്ദി തങ്ങൾ അറബി മലയാളത്തെ പരിഷ്കരിച്ച ഒരാളാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. ഞാൻ 4 പേരാണ് പറഞ്ഞത്, മറക്കരുത്. 1 വക്കം മൗലവി, 2 ഷുജായി മൊയ്ദു മുസ്ലിയാർ, 3-ാമത്തേത് മഖ്ദി തങ്ങൾ, 4-ാമത്തേത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. ഇങ്ങനെ 4 പേർ പല ഘട്ടങ്ങളിലായി ഈ അറബി മലയാളത്തെ പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോ അറബി മലയാളത്തിന്റെ ഒരു ബൃഹത്തായ ചരിത്രത്തെ ഞാൻ ചുരുക്കി വിവരിക്കുകയാണ് ചെയ്തത്. ഇനി മാപ്പിളപ്പാട്ട് അറബി മലയാളത്തിൽ എഴുതപ്പെട്ട കൃതികളായിരുന്നു മാപ്പിളപ്പാട്ടുകൾ. എന്നാൽ ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ എഴുതുന്നതൊക്കെ മലയാള ലിപി വികസിച്ചു വന്നതുകൊണ്ട് മലയാള ലിപിയിലാണ്. ഒരു കാലം വരെ അത് അറബി മലയാളത്തിലാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെയൊക്കെ പഴയ കൃതികളൊക്കെ നിങ്ങൾക്ക് അറബി മലയാളത്തിലും മലയാളത്തിലും കിട്ടും. കാരണം ഇപ്പോൾ അത് മലയാളത്തിൽ അച്ചടിക്കുന്നു. ഒരു കാലത്ത് അത് അറബി മലയാളത്തിലാണ് അച്ചടിച്ചിരുന്നത്. ഇനി നമ്മൾ സാമാന്യമായി മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് പരിചയപ്പെടാം. ഈ അറബി മലയാളത്തിൽ രചിക്കപ്പെട്ടിരുന്ന, ഇപ്പോൾ മലയാളത്തിൽ രചിക്കപ്പെടുന്ന, ലിപിയിൽ രചിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള പ്രത്യേക രീതിയിലുള്ള ചില ഗാന രചന രീതിയെയാണ് നമ്മൾ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത്. ഈ മാപ്പിളപ്പാട്ടുകൾ എന്ന പേരിൽ മാപ്പിള എന്നൊരു വാക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പിന്നീട് പറയാമെന്ന്. എന്താണ് ഈ മാപ്പിള എന്ന വാക്ക്? കേരള മുസ്ലിങ്ങളുടെ, പാരമ്പര്യ കേരള മുസ്ലിങ്ങളെ പൊതുവെ പറയുന്ന ഒരു പേരാണ് മാപ്പിള എന്നത്. ഈ പേര് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. ഒരു 10-200 കൊല്ലം മുമ്പ് ആണ് ഈ പേരുകൾ, ഇത്ര ഒരു പേര് മാപ്പിളമാർക്ക് പതിച്ചു കിട്ടിയത്. കാരണം കേരള ചരിത്രത്തെ പറ്റി പറയുന്ന ആദ്യം രചിക്കപ്പെട്ടത് എന്ന് കരുതുന്ന അറബി കൃതിയാണല്ലോ തുഹ്ഫത്തുൽ മുജാഹിദീൻ.
അത് എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. പൊന്നാനിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എഴുതിയ ഒരു പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ വേണ്ടി മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദ് അഖ്ബാരിൽ ബുർത്തുക്കാലിയീൻ. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ആ പേരിന്റെ അർത്ഥം പോരാടുന്നവർക്ക്, മുജാഹിദുകൾക്ക്, ജിഹാദ് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്നാണ്, സമ്മാനം എന്നൊക്കെയാണ് അർത്ഥം. ആ കൃതിയിൽ ഒരിടത്തും മുസ്ലിങ്ങളെ പറ്റി പറയാൻ മാപ്പിള എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 16-ാം നൂറ്റാണ്ടിലൊന്നും മുസ്ലിങ്ങൾ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെട്ടിട്ടില്ല എന്നാണ്. ഒരു പക്ഷേ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം ആയപ്പോഴൊക്കെ ആയിരിക്കണം മുസ്ലിങ്ങൾക്ക് മാപ്പിള എന്ന പേര് കിട്ടിയത്. ആ പേര് കിട്ടാനുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്. മഹാപിള്ള എന്ന് ലോപിച്ചതാണ് മാപ്പിള എന്നും, മഹ്ഫിൽ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് മാപ്പിള എന്നും, മാ ഫലാഹ് എന്ന വാക്കിൽ നിന്നുണ്ടായത്. ആ വാദങ്ങളെല്ലാം ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പുതിയ ഗവേഷണങ്ങൾ അത് വന്നത് യഥാർത്ഥത്തിൽ തമിഴ് പദമായ മാപ്പിള എന്ന വാക്കിൽ നിന്ന് തന്നെ ആകണം. കാരണം കേരളത്തിലേക്ക് വന്ന് ഇവിടെയുള്ള തദ്ദേശീയരായ സ്ത്രീകളെ വിവാഹം കഴിച്ച മുസ്ലിങ്ങൾക്കുണ്ടായ മക്കളെ പ്രത്യേകമായ ഒരു ജാതിയിൽ പെടുത്താൻ പറ്റാത്തത് കൊണ്ട്, കാരണം ഇവിടെ വന്ന് വിവാഹം കഴിക്കുന്നവർ ഇവിടെ തദ്ദേശീയരായ സ്ത്രീകളെ ആയിരിക്കും, അവർ സ്വാഭാവികമായും മുസ്ലിങ്ങളല്ല എന്ന് വരും. അപ്പോൾ അതിലുണ്ടായ മക്കളെ അവർക്ക് പ്രത്യേക, കാരണം ഇവിടെ കൃത്യമായ വളരെ കണിശമായ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കേരളത്തിൽ അങ്ങനെ ജനിക്കുന്ന കുട്ടികളെ പ്രത്യേക ജാതി ഉപയോഗിച്ച്, ജാതിപ്പേര് ഉപയോഗിച്ച് പറയാൻ കഴിയാത്തത് കൊണ്ട് മാപ്പിള മക്കൾ, മാപ്പിളയുടെ മക്കൾ എന്ന അർത്ഥത്തിലായിരിക്കണം മാപ്പിള എന്ന വാക്ക് വന്നത്. കാരണം തെക്കൻ കേരളത്തിലെല്ലാം ക്രിസ്തു മത വിശ്വാസികളെ സൂചിപ്പിക്കാനും മാപ്പിള, മാമൻ മാപ്പിള എല്ലാം നിങ്ങൾക്ക് അറിയാലോ, മാപ്പിള എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പേരല്ല. ഈ കേരളത്തിലേക്ക് വന്ന വിദേശികളായ ആളുകളിൽ ഉണ്ടായ സന്തതി പരമ്പരകളെ സൂചിപ്പിക്കാൻ വേണ്ടി പൊതുവായി ഉപയോഗിച്ചൊരു വാക്കാണ് മാപ്പിള എന്നത്. അപ്പൊ ഇങ്ങനെ മുസ്ലിങ്ങളായ മാപ്പിളമാർ പാടിയ പാട്ടുകളാണ് ഈ മാപ്പിള എന്ന്. മാപ്പിളപ്പാട്ട് എന്ന പേര് വരുന്നതിൻ്റെ മുമ്പ് ഈ പാട്ടുകൾ എങ്ങനെ അറിഞ്ഞിരുന്നത്? സബീന പാട്ടുകൾ എന്നാണ് ഇത് അറിഞ്ഞിരുന്നത്. എന്താ പേര്? സബീന പാട്ടുകൾ. സബീന എന്ന വാക്ക് വന്നതിന് വേറൊരു ചരിത്രമുണ്ട്. എന്നാൽ ഈ മാപ്പിളപ്പാട്ട് നേരത്തെ ഒരു മോയിൻകുട്ടി വൈദ്യർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മാപ്പിള കവിയാണ് കുഞ്ഞായിൻ മുസ്ലിയാർ. സാമൂതിരിയുടെ കൊട്ടാരത്തിലെ ഒരു സജീവനായിരുന്നു ഇദ്ദേഹം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം എഴുതിയ 3 പ്രധാനപ്പെട്ട മാപ്പിള ഗാന രചനകളുണ്ട്. അത് ഒന്ന് നൂൽ മദ്ഹ് എന്നാണ്, രണ്ടാമത്തേത് നൂൽ മാലയാണ്, മൂന്നാമത്തേത് കപ്പപ്പാട്ട് ആണ്. കപ്പപ്പാട്ട്, ഒന്ന് നൂൽ മദ്ഹ്, നൂൽ മാല, കപ്പപ്പാട്ട്. ഈ കപ്പപ്പാട്ട് എന്ന കൃതി അതിൻ്റെ ഉള്ളിൽ പറയുന്നത് കപ്പലുകളോട് ബന്ധപ്പെടുത്തി മനുഷ്യ ജീവിതത്തെ പറയുന്ന ഒരു കൃതിയാണത്. കപ്പൽ പാട്ടാണ് കപ്പപ്പാട്ട്. കപ്പൽ പാട്ട് കപ്പപ്പാട്ടായി. ഈ കപ്പൽ എന്നതിൻ്റെ അറബി വാക്ക് സബീന, സഫീനത്ത് എന്നാണ്. സഫീനത്ത് എന്ന കപ്പൽ. അപ്പൊ കപ്പലിനെ കുറിച്ചുള്ള പാട്ടുകൾ വന്ന് അങ്ങനെ അങ്ങോട്ട് ആ പേര് മലയാളത്തിലെ ഈ പ്രത്യേക കാവ്യശാഖക്ക് വന്നു. എന്തുപോലെ? ഇപ്പൊ ഉദാഹരണം കിളിപ്പാട്ട്. കിളിപ്പാട്ട് എന്ന് പറയുന്നത് കിളിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്ന രീതിയാണല്ലോ കിളിപ്പാട്ട്. പിന്നെ ആ രീതിയിൽ എഴുതപ്പെട്ട എല്ലാ കൃതികൾക്കും കിളിപ്പാട്ട് എന്ന് പേര് വന്നതുപോലെ കപ്പലിനെ കുറിച്ച് എഴുതിയ പാട്ട് പ്രധാനപ്പെട്ട കൃതിയായതിനാൽ അതിനുശേഷം വന്ന കൃതികളെല്ലാം നമ്മൾ കപ്പൽ പാട്ട് അല്ലെങ്കിൽ സഫീനപ്പാട്ട് എന്ന് പറഞ്ഞു വരികയും അത് പിന്നെ സബീനപ്പാട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു എന്നാണ്. ആ ഫായും ബായും 2 സ്വനിമങ്ങൾ ശ്രദ്ധിക്കണം. ഫ എന്ന സ്വനിമം മലയാളത്തിൽ ഇല്ല. മലയാളത്തിൽ അതിനെ കുറിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലിപിയാണ് മലയാളത്തിലെ പായുടെ അധികരമായ ഫ, ഫണം എന്നെഴുതുന്ന ഫ. പായുടെ അധികരമായ ആ ഫ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ എന്ന അക്ഷരത്തെ സൂചിപ്പിക്കാൻ എഴുതുന്നത്. ഇംഗ്ലീഷിലും അറബിയിലും എല്ലാം ഫ എന്ന സ്വനിമമുണ്ട്. പക്ഷെ മലയാളത്തിൽ ആ സ്വനിമം ഇല്ല. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോ സഫലം ആണ് നമ്മൾ എഴുതാറുള്ളത്. സഫലം എന്ന് ചിലർ തെറ്റി വായിക്കാറുണ്ട്. ആ ഫായാണ് ഇവിടെ സഫീന എന്നത്. അതാണ് സബീനയായി മാറി. അറബി മലയാളത്തിൽ വരുമ്പോൾ അതിന് സാധ്യമാകുന്ന ലിപി അറബിയിൽ കൂടെ ഉള്ള സ്വനിമമായ ബായുടെ ലിപിയാണ്.
അതുകൊണ്ട് അതിന് സെബീന ഒരു വലിയ ഒരു ചാക്രികമായ ഒരു മാറ്റം അതിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായി അതിൽ പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞായൻ മുസ്ലിയാരുടെ കൃതിയിൽ നിന്നാണ് സെബീന പാട്ടുകൾ എന്ന പേര് മാപ്പിളപ്പാട്ടുകൾക്ക് കിട്ടിയത്. പിന്നീട് അത് മാപ്പിളപ്പാട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. മാപ്പിള എന്ന വാക്ക് 1830-കൾക്ക് ശേഷമുള്ള കൃതികളിലൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഈ പാട്ടുകൾക്ക് മാപ്പിളപ്പാട്ട് എന്ന പേര് പ്രചാരത്തിൽ കിട്ടിയത് ടി ഉബൈദ് എന്ന ഒരു കവിയുടെ ശ്രമഫലമായാണ്. അദ്ദേഹത്തിന്റെ കൃതികളിലൂടെയാണ്. ടി ഉബൈദ് നിങ്ങൾക്കറിയാം, കാസർഗോട്ടുകാരനാണ്, പ്രസിദ്ധനായ ഒരു കവിയാണ്. പൊതുവെ നമ്മൾ ഈ കാസർഗോട്ടുകാരനായതുകൊണ്ട് നമ്മുടെ കാവ്യ ചരിത്രത്തിൽ കൂടുതൽ രേഖപ്പെടുത്തപ്പെടാതെ പോയ ഒരു കവിയാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി സിലബസിലെല്ലാം അദ്ദേഹത്തിന്റെ കവിതകൾ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഈ ടി ഉബൈദ് മാപ്പിളപ്പാട്ട് രംഗത്ത് ഒട്ടേറെ പഠന ഗവേഷണങ്ങൾ നടത്തിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളിൽ ഉണ്ടായ ഒരു പദമാണ് യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ട് എന്ന പദം. മാപ്പിളപ്പാട്ട് ധാരാളം, മാപ്പിളപ്പാട്ടിന് ചില കൈവഴികൾ ധാരാളം ഉണ്ട്. ഈ മാപ്പിളപ്പാട്ടില് ഈ മാലപ്പാട്ടുകളുണ്ട്, അതേപോലെ കെസ് പാട്ടുകളുണ്ട്, കിസ്സപ്പാട്ടുകളുണ്ട്, പടപ്പാട്ടുകളുണ്ട്. അതിനു മുമ്പ് മാപ്പിളപ്പാട്ടിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകാം. ഒന്ന്, മാപ്പിളപ്പാട്ടുകളുടെ ഒരു ഇശൽ ഘടനയുണ്ട്. അതാണ് സാധാരണ കവിതയിൽ നിന്നും മാപ്പിളപ്പാട്ടുകളെ വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി അതിന്റെ ഇശൽ ആണ്. ഇശൽ എന്ന് പറഞ്ഞാൽ വൃത്തം ആണ്. വൃത്തം എന്നത് തമിഴിലെ ഇയൽ അല്ലെങ്കിൽ ഇച്ചൽ, ഇയൽ ഇച്ചൽ എന്നാണ് വൃത്തത്തിന് തമിഴിൽ പറയാ. ചീര് എന്നൊക്കെ പറയും. ഈ ചീര്, ചേല്, ഇച്ചല്, ഇയല്, അതിൽ നിന്നാണ് ഇശൽ ഉണ്ടായത്. ഒരു തമിഴ് വാക്കാണ്. ഈ മാപ്പിളപ്പാട്ടുകൾക്ക് തമിഴിനോട് വലിയ ബന്ധമുണ്ട്. മാപ്പിളപ്പാട്ടുകൾ തമിഴിൽ നിന്നും നേരിട്ട് കടന്നു വന്നതാണ് എന്ന് എൻ്റെ ഗവേഷണത്തിൽ ഞാൻ ഒരു തിസീസായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ടുകളുടെ വേരുകൾ ഇത്തരം സബീന പാട്ടുകളിൽ നിന്നും വരുന്നതിന് മുമ്പ് തമിഴ് പുലവർമാരുടെ പാട്ടുകളിലായിരുന്നു എന്ന് ഞാൻ ഒരു വാദം സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് നിങ്ങളിപ്പോൾ അറിയേണ്ട, അതൊരു വിശദമായ പഠനത്തിലേക്ക് പോകാറുള്ളതാണ്. അതിപ്പോൾ അറിയണം, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ തമിഴ് മാലപ്പാട്ടുകളും തമിഴ് സീറപ്പാട്ടുകളെല്ലാം മാപ്പിളപ്പാട്ടുകൾ രചിക്കുന്നതിന് മുമ്പേ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ മാപ്പിള കവികൾ മുഴുവൻ തമിഴിനോട് വലിയ ബന്ധം പുലർത്തിയ കവികളായിരുന്നു. അപ്പോൾ മാപ്പിളപ്പാട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടന അതിന്റെ ഇശൽ ഘടനയാണ്. ധാരാളം ഇശലുകളുണ്ട്. യഥാർത്ഥത്തിൽ മലയാള വൃത്തങ്ങളോട് നല്ല സാമ്യമുള്ള ധാരാളം ഇശലുകൾ മാപ്പിളപ്പാട്ടിലുണ്ട്. രണ്ടാമത്തെ, മാപ്പിളപ്പാട്ടിൽ എപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യം മാപ്പിളപ്പാട്ടിന്റെ പ്രാസഘടനയെ കുറിച്ചാണ്. നമ്മളൊക്കെ മാപ്പിളപ്പാട്ടുകൾ ധാരാളം ആസ്വദിക്കുന്ന ആളുകളാണ്. ഈ മാപ്പിളപ്പാട്ടിന്റെ പ്രാസം, കമ്പി, കഴുത്ത്, ഇത് രണ്ടാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഒരു വാൽക്കമ്പി എന്നൊരു സംഗതി കൂടെ. എന്താണ് ഈ കമ്പി, കഴുത്ത് എന്നാണ്? ഒരു ഈരടിയിൽ, അതാണ് ഈരടിയാണല്ലോ ചെറിയ യൂണിറ്റ്, ഒരു ഈരടിയിലെ 1ാമത്തെ പാദത്തിലെ 2ാമത്തെ അക്ഷരം തുടർന്നുള്ള ഈരടികളിലും കൂടെ വരുന്നതാണ് ഇങ്ങനെ കഴുത്ത് എന്ന് പറയുന്നത്. കഴുത്ത് എന്ന് പറഞ്ഞാൽ കുപ്പിയുടെ കഴുത്ത് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, തൊട്ടിപ്പുറത്തെ അക്ഷരം. യഥാർത്ഥത്തിൽ അത് മലയാളത്തിലെ ദ്വിതീയാക്ഷരപ്രാസം തന്നെയാണ്. കഴുത്ത് എന്ന് പറയുന്നത് മലയാളത്തിലെ ദ്വിതീയാക്ഷരപ്രാസമാണ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാ പാദങ്ങളിലെയും 2ാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നു എന്നുള്ളത് മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ ദ്വിതീയാക്ഷരപ്രാസത്തിന്റെ ഒരു മാപ്പിള രൂപമാണ് അത്. ഇനി കമ്പി എന്ന് പറഞ്ഞാൽ ആദ്യാക്ഷര പ്രാസമാണ്, അന്ത്യാക്ഷരപ്രാസമാണ് വാൽക്കമ്പി എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ഉദാഹരണമായിട്ട് വിളിത്തോണ്ടൂരക്കബസൂരക്കപ്പെട്ടേ വിരികേ അബൂജാഹില് മുഖം മുന്നിട്ടേ. അപ്പോ വിളിക്കപ്പെട്ടേ, മുഖം മുന്നിട്ടേ, ഇപ്പൊ 2 ടേ എന്നാണ് അവസാനിക്കുന്നത് അല്ലെ. പൊതുവെ മലയാള കവിതകളിൽ കാണാത്ത അതാണ് ആ പ്രാസം, അന്ത്യാക്ഷര. പക്ഷെ ഉണ്ടാകാറും ഉണ്ട്. ഇപ്പൊ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കനകച്ചിലങ്ക കിലുങ്ങി കുലുങ്ങി, മുങ്ങി മുങ്ങി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ അന്ത്യാക്ഷര പ്രാസം മലയാളത്തിലെ ചില കവിതകളിലേക്ക് കാണാമെങ്കിൽ പൊതുവെ കുറവാണ്. ദ്വിതീയാക്ഷര പ്രാസമാണ് മലയാളത്തിൽ കാര്യമായി ഏർപ്പാടുള്ള ഒരു പ്രാസം. അപ്പോൾ ഇത് വാൽക്കമ്പി എന്നാണ് അതിന് പറയാ. ഇങ്ങനെ കമ്പി, കഴുത്ത്, വാൽക്കമ്പി.
പിന്നെ വാലുമ്മേൽ കമ്പി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഒരു ഒരു സ്റ്റാൻസ, ഒരു ഖണ്ഡികയുടെ അവസാനത്തെ വാക്ക് തന്നെ അടുത്ത ഖണ്ഡികയുടെ ആദ്യ വാക്കായി മാറുന്നു. ഇതാണ് വാൽക്കമ്പി. ഇപ്പോ വന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. പറഞ്ഞാൽ ഉരതന്നെ എന്ന് അടുത്ത വരി തുടങ്ങുന്നു. അപ്പോ ഇരിക്കപ്പെട്ടേ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. ഇരുന്ന് നെടിർകളെ അറുക്കയും എന്നാണ് അടുത്ത് തുടങ്ങുന്നു. അപ്പൊ ഏതൊരു വാക്കിലാണോ ഒരു പാട്ട് അവസാനിച്ചത്, ആ വാക്ക് കൊണ്ട് തൊട്ടടുത്ത പാട്ട് തുടങ്ങുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ഖണ്ഡിക തുടങ്ങുക. ഇതാണ് വാലുമ്മൽ കമ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല തരം പ്രാസങ്ങൾ ഉണ്ട്. ഇതിനെ പലരും നമ്മുടെ രാമചരിതത്തിലെല്ലാം ഉള്ള മോന യതുക പോലെയുള്ള പ്രാസങ്ങളാണ് ഇത് എന്നും ചിലർ വാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിഷലുകളെ കുറിച്ച് പറഞ്ഞു, പ്രാസ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇനി പലതരം പാട്ടുകൾ മാപ്പിള പാട്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാലപ്പാട്ടുകൾ. മാലപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്തുതിഗാനങ്ങളാണ്. അതിലെ പ്രധാനപ്പെട്ട സ്തുതിഗാനമാണ് കണ്ടെടുക്കപ്പെട്ടതിൽ ആദ്യത്തെ അറബി മലയാളം കൃതിയായ മുഹീദ്ദീൻ മാല. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിക്കാനും ഉണ്ട്. അത് മുഹീദ്ദീൻ മാല. മുഹീദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ കണ്ടെടുക്കപ്പെട്ടതിൽ ആദ്യത്തെ അറബി മലയാളം കൃതിയാണ് മുഹീദ്ദീൻ മാല. ഈ മാലപ്പാട്ടുകളുടെ ഒരു പാരമ്പര്യവും മുഹീദ്ദീൻ മാല തൊട്ടാണ് തുടങ്ങുന്നത്. കോഴിക്കോട് താമസിച്ചിരുന്ന ഖാദി മുഹമ്മദ് എന്ന ആളാണ് ഈ മാലപ്പാട്ട്. അദ്ദേഹം വേറെയും ധാരാളം അറബി കൃതികൾ എഴുതിയിട്ടുണ്ട്. ഏറെക്കുറെ ഒരു 1500 ശേഷം, കൃത്യമായ ഒരു വർഷം അതിൽ പറയാൻ കഴിയില്ല, കാരണം പലതരം അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുണ്ട്. ഏറെക്കുറെ 1500 ശേഷമാണ് ഈ മുഹീദ്ദീൻ മാല രചിക്കപ്പെട്ടത്. ഈ മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ പാരമ്പര്യത്തിൽ വരുന്ന ഒരു സൂഫി ആയ അബ്ദുൽ ഖാദർ ജീലാനി എന്ന ഒരു സൂഫിയുടെ മധുകൾ, സ്തുതികളാണ് ഈ പാട്ടിൽ പറയുന്നത്. ഈ മുഹീദ്ദീൻ മാലയുടെ വൃത്തം ഏറെക്കുറെ നമ്മുടെ കാകളി ആണ്. ഒരുപക്ഷെ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്ന അതേ കാലത്ത് തന്നെ സമാന്തരമായിട്ടാണ് മുഹീദ്ദീൻ മാലയുടെ കർത്താവായ ഖാദി മുഹമ്മദും ജീവിച്ചിരുന്നത് എന്നും, മുഹീദ്ദീൻ മാല രചിക്കപ്പെട്ട അതേ സമയത്ത് തന്നെയാണ് അധ്യാത്മരാമായണം രചിക്കപ്പെട്ടത് എന്നുമൊക്കെ വാദങ്ങളുണ്ട്. അവർ അവരുടേതായ തെളിവുകളും അതിൽ നിരത്തുന്നുണ്ട്. അത് ആകട്ടെ അല്ലാതിരിക്കട്ടെ, എന്നാൽ പോലും ഈ മുഹീദ്ദീൻ മാലയിലെ വൃത്തവും അധ്യാത്മരാമായണത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന കാകളി, അതിൽ കിളിപ്പാട്ടിൽ 5 വൃത്തങ്ങളുണ്ടല്ലോ, അതിൽ പ്രധാന വൃത്തമായ കാകളിയും ഏറെക്കുറെ ഒരേ വൃത്തഘടന തന്നെയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുഹീദ്ദീൻ മാലയിലെ ഒരു വരി, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ എന്നാണ് ഒരു വരി. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ. ഞാൻ അധ്യാത്മരാമായണത്തിലെ ചക്ഷുശ്രവണകളസ്ഥമാന്തർദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചൊല്ലാം. കാരണം അത്രയും സാമ്യമുള്ള വൃത്തമാണ് ഈ മുഹീദ്ദീൻ മാലയിലെ ഈ ഈശലും കാകളി വൃത്തവും. ഇപ്പോ ഒരേ കാലത്ത് ഇറങ്ങിയ എന്ന് പറയപ്പെടുന്ന 2 മലയാളത്തിലെ പ്രസിദ്ധമായ പ്രമുഖമായ 2 കൃതികളുടെ ഈ ഒരു സാമ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതിൽ നിന്നുണ്ടാകുന്ന ധാരാളം മാലപ്പാട്ടുകൾ ഉണ്ട്. ഈ ഏറെക്കുറെ ഏതാണ്ട് എല്ലാ പുണ്യപുരുഷന്മാരുടെ പേരിലും മാലപ്പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. മാല എന്ന് പറഞ്ഞാൽ മാല പോലെ കോർത്തെടുത്ത ഈരടികൾ എന്നേ അർത്ഥമുള്ളൂ. 2 വരി, കപ്ലറ്റ്സ്, 2 വരികൾ മാല പോലെ കോർത്തെടുത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് റിഫായി മാലയുണ്ട്, ബദർ മാലയുണ്ട്, മഞ്ഞക്കുളം മാലയുണ്ട്, നഫീസത്ത് മാലയുണ്ട്. അങ്ങനെ ധാരാളം മാലപ്പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ മാലപ്പാട്ടുകളെല്ലാം പാടുന്നതിലും അത് പഠിക്കുന്നതിലും അത് മനഃപ്പാഠമാക്കുന്നതൊക്കെ പുണ്യകർമ്മമാണ് എന്ന് പഴയ കാലത്തെ മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ പിന്നീട് നവോത്ഥാന
ത്തിന്റെ ഭാഗമായിട്ടുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ അത്തരം വിശ്വാസങ്ങളൊക്കെ ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. ഇനി മാപ്പിളപ്പാട്ടുകളിലുള്ള ഒരു വലിയ വിഭാഗമാണ് മാലപ്പാട്ടുകൾ, അത് നമ്മൾ പഠിച്ചല്ലോ. ഇനി അതിലുള്ളതാണ് വേറൊന്ന് സ്തുതിഗാനങ്ങൾ എന്നാണ്. സ്തുതിഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്ഹ് ഗാനങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നബിദിനം പോലെയുള്ള മുസ്ലിം ആഘോഷ വേളകളിലൊക്കെ മദ്ഹ് ഗാനങ്ങൾ, മദ്ഹ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ് അർത്ഥം. അള്ളാഹുവിനെ സ്തുതിക്കുന്നത് മദ്ഹ് ഗാനമാണ്. നബിമാരെ സ്തുതിക്കുന്ന മദ്ഹ് ഗാനമുണ്ട്. മുഹമ്മദ് നബിയെ സവിശേഷമായി സ്തുതിക്കുന്ന മദ്ഹ് ഗാനങ്ങളുണ്ട്. എന്താ മാലപ്പാട്ടും മദ്ഹ് ഗാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മാലപ്പാട്ട് ദീർഘമായ കാവ്യമാണ്, ഒട്ടേറെ ഈരടികളിലുള്ള കാവ്യമാണ്. എന്നാൽ മദ്ഹ് ഗാനം ചെറിയ ഗാനങ്ങളായിരിക്കും. അത് ഒരു പാട്ടിൽ അവസാനിച്ച് പോകും. പുതിയ കാലത്തും മദ്ഹ് ഗാനങ്ങൾ എഴുതപ്പെടുന്നുണ്ട്, മാലപ്പാട്ടും എഴുതപ്പെടുന്നുണ്ട്. ഇപ്പൊ എം.എൻ. കാരശ്ശേരി, നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ബഷീർ മാല, വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എം.എൻ. കാരശ്ശേരി എഴുതിയ ഒരു കാവ്യമാണ് ബഷീർ മാല. അപ്പോൾ പുതിയ കാലത്തും കാവ്യങ്ങൾ എഴുതപ്പെടുന്നുണ്ട് എന്നാണ്, ഈ മാലപ്പാട്ടുകൾ എഴുതപ്പെടുന്നുണ്ട്. ഈ നസറുദ്ദീൻ മണ്ണാർക്കാട് എന്ന ഒരാൾ ഈയിടെ നമ്മുടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒരു മാലപ്പാട്ട് രചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായ രചനയാണ്. അപ്പൊ പുതിയ പുതിയ മാലപ്പാട്ടുകൾ രചിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സ്തുതി ഗാനങ്ങൾ ധാരാളം, ഇടയ്ക്കിടയ്ക്ക് അല്ല, നമ്മുടെ യൂട്യൂബിലെല്ലാം നോക്കിയാൽ ധാരാളം സ്തുതി ഗാനങ്ങൾ ഉണ്ടാകും. അതേപോലെ മാപ്പിളപ്പാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പടപ്പാട്ടുകൾ. പടപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലോ അല്ലെങ്കിൽ മുസ്ലിം ചരിത്രത്തിലോ ഉണ്ടായ യുദ്ധത്തിന്റെ വർണ്ണനകൾ ഉൾപ്പെടുന്ന പാട്ടാണ് പടപ്പാട്ടുകൾ. പടപ്പാട്ടുകളിൽ പ്രധാനപ്പെട്ടത് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടാണ്. ഈ പടപ്പാട്ടുകളുടെ ഒരു പ്രത്യേകത മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതവുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് അവരുടെ പോരാട്ട വീര്യം. ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലും ഖിലാഫത്ത് പ്രക്ഷോഭത്തിലുമെല്ലാം ഈ ഒരു മുസ്ലിങ്ങളുടെ ഈ പോരാട്ടത്തിനുള്ള ഒരു സംഗതികൾ എപ്പോഴും തെളിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. ദീനിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് വീരചരമം പ്രാപിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്ന വിശ്വാസം അതിശക്തമായ ഒരു മതവിഭാഗം ആണ് എന്നതുകൊണ്ട് തന്നെ അത്തരം വീരകൃതികൾക്ക് അവർക്കിടയിൽ വലിയ പ്രചാരം ലഭിക്കും. അങ്ങനെയാണ് ഈ പടപ്പാട്ടുകൾ രചിക്കപ്പെടുന്നത്. ബദർ പടപ്പാട്ട് അതിൽ വലിയ ഒരു വിഭാഗമാണ്. ഒട്ടേറെ മുസ്ലിങ്ങൾക്ക് അത് കാണാതെ അറിയുന്ന ഒരു സംഗതിയാണ് ബദർ പടപ്പാട്ടുകൾ. ഇപ്പോഴും ബദർ പടപ്പാട്ടുകളിൽ പെട്ടുന്ന പാട്ടിനൊക്കെ യുവജനോത്സവങ്ങളിലൊക്കെ വലിയ സ്വീകാര്യത കിട്ടുന്നത് നമുക്ക് കാണാം. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ്, കേരള ചരിത്രം പറയുന്നൊരു പടപ്പാട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പടപ്പാട്ടാണ്. ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. കേരള ചരിത്രം പ്രതിപാദിക്കുന്ന ഒരു പടപ്പാട്ടാണ് മലപ്പുറം പടപ്പാട്ട്. മലപ്പുറം പടപ്പാട്ടിനുള്ള മറ്റൊരു പേരുണ്ട്, അതും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. മദനിധിമാല എന്നാണ് അതിന്റെ പേര്. മദനിധിമാല എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായ സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് അവിടെ മാല എന്ന് കൊടുത്തത്. ഈ മലപ്പുറം പടപ്പാട്ടിന്റെ അനുബന്ധമായിട്ട് അതിൽ ഷഹീദായ മാപ്പിളമാരെ പറ്റി പറയുന്ന ഒരു മാല കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മലപ്പുറം പടപ്പാട്ടിന്റെ മദനിധിമാല എന്നൊരു പേരും കൂടെ കിട്ടിയത്. ഇതുപോലെ ഉള്ള മാപ്പിളപ്പാട്ടിലെ മറ്റൊരു വിഭാഗമാണ് കല്യാണപ്പാട്ടുകൾ. കല്യാണപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒപ്പന കളിച്ചുകൊണ്ട് പാടുന്ന പാട്ടുകളാണ്. ഈ ഒട്ടേറെ പാട്ടുകൾ നമുക്കിടയിൽ മണവാട്ടിയെ മറ്റും പറയുന്ന, മണവാട്ടിയെ പ്രകീർത്തിക്കുന്ന, മണവാളന്റെയും മണവാട്ടിയുടെയും സൗന്ദര്യം വർണ്ണിക്കുന്ന പാട്ടുകളാണ് കല്യാണപ്പാട്ടുകൾ. ഇനി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഒരു വിഭാഗമാണ് കത്തുപാട്ടുകൾ. ഒട്ടേറെ കത്തുപാട്ടുകൾ, അതായത് കത്ത് പാട്ടിന്റെ രൂപത്തിൽ കത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ അറബി മലയാളം എന്ന ഒരു ലിപി കയ്യിലുള്ള ഒരു സമുദായമാണ്. പാട്ടിന്റെ ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു സമുദായമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയം കത്തിലൂടെ ധാരാളമായി നടന്നിരുന്നു എന്ന് മാത്രമല്ല, അത് പലപ്പോഴും കവിതാ രൂപത്തിലായിരുന്നു. ഇപ്പൊ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആ സ്കൂളിൽപ്പെട്ട കവിതകളിൽ ധാരാളം ഇത്തരം കത്തു കവിതകൾ ധാരാളം കാണാം. ഈ ഒരു പാരമ്പര്യം, ഈ ഒരു ധാര മാപ്പിളമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ കത്തുപാട്ടുകൾ പണ്ട് തൊട്ടേ വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴും അത് രചിക്കപ്പെടുന്നുണ്ട്. മലയാളത്തിൽ കത്തുപാട്ടുകൾക്ക് വളരെ പ്രസിദ്ധനാണ് എസ് എ ജമീൽ എന്ന ഒരു ആൾ. അദ്ദേഹം നിലമ്പൂരിലാണ് താമസിച്ചിരുന്നത്.
മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ദുബായ് കത്ത് ഒക്കെ വളരെ പ്രസിദ്ധമാണ്. കത്തുപാട്ടുകൾ അപ്പൊ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എന്ന് പറയുന്ന കത്തുപാട്ട്, അതിനുള്ള മറുപടി. അതേപോലെ പുലിക്കോട്ടിൽ ഹൈദർ, നിങ്ങൾ വളരെ കേട്ട പേരായിരിക്കും, പുലിക്കോട്ടിൽ ഹൈദർ. പുലിക്കോട്ടിൽ ഹൈദറിന്റെ ധാരാളം കത്തുപാട്ടുണ്ട്. മാപ്പിള പോരാളിയായിട്ട് ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് മലപ്പുറത്ത് നിന്നും തന്റെ ഭാര്യ എഴുതുന്ന മറിയക്കുട്ടിയുടെ കത്ത്, വളരെ പ്രസിദ്ധമായ കത്തുപാട്ടാണ്. പുലിക്കോട്ടിൽ ഹൈദർ ആണ് അതിന്റെ രചന. മറിയക്കുട്ടിയുടെ കത്ത്. പല്ലാരിക്കുടനെ ഞാൻ വരാനൊട്ട് വഴിയുണ്ടോ, വല്ലിമാർക്കവീടത്തിൽ വരാൻ പാടുണ്ടോ എന്ന് പ്രസിദ്ധമായ ഈരടി അതിലാണ്. അപ്പോ ഇത്തരം കത്തുപാട്ടുകൾ ധാരാളമായി രചിക്കപ്പെട്ടിട്ടുണ്ട് മാപ്പിളപ്പാട്ടുകളിൽ. അപ്പോ കത്തുപാട്ട്. ഇനി കിസ്സപ്പാട്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കിസ്സ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കഥ പറയുക, അതാണ് കിസ്സപ്പാട്ടുകളുടെ ഒരു പ്രത്യേകത. ഈ കഥ ചരിത്രത്തിലുള്ള കഥയാണെങ്കിലാണ് കിസ്സപ്പാട്ട്. ഈ ചരിത്രത്തിൽ ഇല്ലാത്ത കഥയും അതിലുണ്ടാവാറുണ്ട്. അപ്പൊ ഉദാഹരണമായിട്ട് എലിയുടെയും പൂച്ചയുടെയും കഥ ഒക്കെ മൊയ്ൻകുട്ടി വൈദ്യരുടെ തന്നെ അതുപോലെ ചില കുട്ടികൾക്കുള്ള കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. കൽപ്പിത കഥകൾ ഉണ്ട്. ഈ കൽപ്പിത കഥകളിൽപ്പെട്ട ഒന്നാണ് മൊയ്ൻകുട്ടി വൈദ്യരുടെ തന്നെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ, ഒരു കൽപ്പിത കഥയാണ്. അതൊക്കെ കിസ്സപ്പാട്ടിലാണ് പെടുക. ഈ കിസ്സപ്പാട്ട് തന്നെ കെസ്സുപാട്ട് എന്നും പേരുണ്ട്. കെസ് എന്നുള്ളത് ഒരു വൃത്തം കൂടിയാണ്. അതേപോലെ സർക്കീട്ട് പാട്ടുകൾ. സർക്കീട്ട് പാട്ടുകൾ യാത്രാ വിവരണ കാരണങ്ങൾ, സർക്കീട്ട് പോവാന്നൊക്കെ പറയില്ലേ, യാത്രാ വിവരണ കാരണങ്ങളാണ്. ഈ നമ്മുടെ പുലിക്കോട്ടിൽ ഹൈദറൊക്കെ ധാരാളം സർക്കീട്ട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ മാപ്പിളപ്പാട്ടുകൾക്ക് പലതരം അവാന്തര വിഭാഗങ്ങളും ഉണ്ട്. നമ്മൾ മാപ്പിളപ്പാട്ട് പറയുമ്പോൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു പേരാണ്, ഞാൻ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, നമ്മുടെ മോയിൻകുട്ടി വൈദ്യർ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ താമസിച്ചിരുന്ന ഒരാളാണ് മോയിൻകുട്ടി വൈദ്യർ. അദ്ദേഹമാണ് മാപ്പിളപ്പാട്ടിനെ ഒരു ജനകീയമായ ഒരു ഗാന ശാഖയായിട്ട് വ്യവസ്ഥപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഒരാൾ. അദ്ദേഹം ആദ്യം എഴുതിയ രചനയാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന രചന. അത് 11ാം വയസ്സിലാണ് അദ്ദേഹം രചിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. അദ്ദേഹത്തിന്റെ തൂലികാ നാമം പയ്യൽ തൊബീബ് എന്നായിരുന്നു. പയ്യൽ എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കാണ്, നിങ്ങൾക്കറിയാം, കുട്ടി എന്നർത്ഥം. കൊടപ്പയലെ എന്ന് കേട്ടിട്ടില്ലേ, അതാണ് പയ്യൽ. പയ്യൽ എന്ന് പറഞ്ഞാൽ കുട്ടി. തൊബീബ് എന്ന അറബി വാക്കിനർത്ഥം ഡോക്ടർ എന്നാണ്. മോയിൻകുട്ടി വൈദ്യർ ആണല്ലോ. അപ്പൊ കുട്ടി വൈദ്യർ എന്നതിന്റെ ഒരു അറബി മലയാളീകരണമാണ് പയ്യൽ തൊബീബ്. തൊബീബ് എന്ന ഡോക്ടർ, പയ്യൽ എന്ന് പറഞ്ഞാൽ കുട്ടി. അപ്പോ ഇങ്ങനെ ഈ തൂലികാനാമത്തിലാണ് അദ്ദേഹം രചിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ രചനകളൊക്കെ ഇപ്പോഴും ലഭ്യമാണ്. വളരെ പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം കൊണ്ടോട്ടിയിലാണ് വൈദ്യർ സ്മാരകം. അത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വൈദ്യർ സ്മാരകം കൊണ്ടോട്ടിയിലാണുള്ളത്. ഇപ്പോൾ അത് മാപ്പിള കലാ അക്കാദമി ആയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ മാപ്പിളപ്പാട്ടിനെ കുറിച്ചും അറബി മലയാളത്തെ കുറിച്ചുമുള്ള പൊതുവായ ചില കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും, വളരെ പെരിഫറലായിട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞത്. ബാക്കി ഇനി നിങ്ങളുടെ സംശയങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് വിശദീകരിക്കാം. സാർ, ഞാൻ കേൾക്കാൻ വിട്ടുപോയൊരു കാര്യം, വാര്യകുന്നത്ത് അഹമ്മദ് ഹാജിയെ കുറിച്ചൊരു മലപ്പാടിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ പേരൊന്നും കൂടി പറയൂ സാർ. അത് രചിച്ച ആളുടെ പേരാ? രചിച്ച ആളെ പേരും ആ പാട്ടിന്റെ പേരും. ആ പാട്ട് മറ്റേ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീറപ്പാട്ട് എന്നാണ് അതിന്റെ പേര്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീറപ്പാട്ട്. നസറുദ്ദീൻ മണ്ണാർക്കാട് എന്ന ആളാണ് അത് രചിച്ചത്. അതിന്റെ പ്രത്യേകത, അത് വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു വിവരമാണ്. അതിന്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ അത് അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലുള്ള പാട്ടുകളുടെ ലൈബ്രറിയിലേക്ക് കഴിഞ്ഞ മാസം അത് തിരഞ്ഞെടുക്കപ്പെട്ടു. അവരുടെ പാട്ടുകളുടെ ഒരു ശേഖരമുണ്ട് അവിടെ.
അവിടെ എഥനിക്കൽ സ്റ്റഡി സെന്ററിൽ അവര് ഈ പാട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീറപ്പാട്ട് എന്നാണ് അതിന്റെ പേര്. ശരി സർ. ഇനി എന്താണ്? ഹലോ സാർ, വിരുത്തം എന്താണെന്നൊന്ന് പറയാമോ? വിരുത്തം വിരുത്തം എന്നത് വൃത്തം എന്നത് തന്നെയാണ്. വൃത്തം എന്നതിന്റെ മറ്റൊരു പേരാണ് വിരുത്തം. അതിന്റെ വേറൊരു പേരാണ് ഇശൽ. അപ്പോ ഏത് ഇശലിലാണ് അല്ലെങ്കിൽ ഏത് വിരുത്തത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് ഈണത്തിലാണ് ആ പാട്ട് പാടേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. മാഷ, എനിക്കൊരു സംശയമുണ്ട്. മുഹീദ്ദീൻമാലയുടെ ഒക്കെ തുടക്കത്തിൽ തന്നെ കൊല്ലം വർഷം പറഞ്ഞിട്ടല്ലേ ആ കാവ്യം ആരംഭിക്കുന്നത് തന്നെ? അതെ അതെ അതെ. അപ്പം മാഷ പക്ഷെ പറഞ്ഞൊരു ഇത് പറഞ്ഞത് കൃത്യമായൊരു വർഷം പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അതൊരു ശരിക്കും വൈരുദ്ധ്യാത്മകത തോന്നുന്നില്ലേ? അല്ല, അത് പറയുന്നത് ഹിജ്റ വർഷത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഹിജ്റ വർഷം നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു സ്വഭാവം. കാരണം ഇപ്പോൾ തന്നെ എന്നാണ് നോമ്പ് നോൽക്കേണ്ടതെന്ന് ഇപ്പോഴും അല്ലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ദിവസം 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ. അപ്പോൾ ഈ ഹിജ്റ വർഷത്തെ നമ്മുടെ കൊല്ലവർഷവുമായിട്ട് കൺവേർട്ട് ചെയ്യണമല്ലോ. ഈ ഹിജ്റ വർഷത്തെ കൊല്ലവർഷവുമായിട്ടും അതിനെ വീണ്ടും കലണ്ടർ ഇയറുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചില വർഷങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ രചനാകാലത്തെക്കുറിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് VM കുട്ടിയൊക്കെ വലിയ ഒരു വിവാദം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ VM കുട്ടിയുടെ ഒരു വാദം അനുസരിച്ച് കൊല്ലവർഷം 782 ഈ ഇത് രചിച്ചത് എന്നാണ്. കൊല്ലവർഷം 782. ഇത് VM കുട്ടിയുടെ വാദമാണ്. മറ്റു കാര്യമായിട്ടുള്ള വാദങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടില്ല. ഒരുപക്ഷെ അതില് ഉദാഹരണമായിട്ട് അതില് ഇത് കാലി മുഹമ്മദ് ആണ് രചിച്ചത് എന്നതിൽ പോലും വിവാദങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ അത്രയും ആഴത്തിലേക്ക് അതിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിലെ ഒരു ഈരടിയിൽ കോഴിക്കോട്ടെത്തൂറ തന്നിൽ പിറന്നോവർ, അതിനു മുമ്പ് കണ്ടന്നാറിവാളൻ കാട്ടിത്തരും പോലെ കാലി മുഹമ്മദാദെന്ന് പേരുള്ളോവർ, കോഴിക്കോട്ടെത്തൂറ തന്നിൽ പിറന്നോവർ, കോർവായി ഇതൊക്കെയും നോക്കിയെടുത്തോവർ. ഈ വരികൾ വെച്ചിട്ട് ഇത് കാലി മുഹമ്മദ് രചിച്ചതാണ് എന്നും അല്ല കാലി മുഹമ്മദ് വേറെ ആർക്കോ പറഞ്ഞു കൊടുത്തത് അവർ എഴുതിയെടുത്തതാണ് എന്നും ഭയങ്കര വലിയ വിവാദം ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആഴത്തിലുള്ള ഇതിലേക്കൊന്നും പോകേണ്ട. അതിപ്പോ കൃഷ്ണഗാഥയെ കുറിച്ച് അങ്ങനെ ഉണ്ടല്ലോ, ഇത് ആര് രചിച്ചതാണ് എന്ന്. ആജ്ഞയാ കോല ഭൂപസ്യ എന്ന് പറഞ്ഞത് എഴുതിയ ആളുടെ പേരാണ് എന്നും അല്ലാതെ എഴുതിയെടുത്ത ആളുടെ പേരാണെന്നും പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതുപോലെയുള്ള വിവാദങ്ങളൊക്കെ ഈ ഗ്രന്ഥത്തിലും ഉണ്ട് എന്നേ ഉള്ളൂ. നമസ്കാരം സാർ. ഇതില് എലിപ്പട രചിച്ചത് ആരാണ്? അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് പറയുന്നു? എലിപ്പട എന്ന് പറഞ്ഞാൽ കിസ്സപ്പാട്ടിൽ പെടുന്നതാണ്. എലിപ്പട മോയിൻകുട്ടി വൈദ്യരുടെ രചനയാണെന്നാണ് എന്റെ ധാരണ. നോക്കണം. എലിപ്പട പുലിക്കോട്ടിൽ ഹൈദർ ആണ് തോന്നുന്നു സാർ. എലിപ്പട മോയിൻകുട്ടി വൈദ്യരാണ് സാർ. മോയിൻകുട്ടി വൈദ്യരാണ് എലിപ്പട. അതെ, മോയിൻകുട്ടി വൈദ്യരാണ്. മാഷേ, മാപ്പിള രാമായണത്തെ പറ്റി കുറച്ച് പറയാമോ? ഓക്കെ. മാപ്പിള രാമായണം. മാപ്പിള രാമായണം എന്ന പേരിൽ മാപ്പിളപ്പാട്ടിന്റെ രൂപത്തിൽ പലതും പല കൃതികളും എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അക്കൂട്ടത്തിൽ പറയുന്ന പേരാണ് മാപ്പിള രാമായണം എന്നത്. മാപ്പിള രാമായണം യഥാർത്ഥത്തിൽ ആര് എഴുതി എന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരാളം വിവാദങ്ങളും സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് MN കാരശ്ശേരി ആണ് മാപ്പിള രാമായണം എന്ന കൃതി കണ്ടെടുത്ത് അത് വടകരയിൽ നിന്നും ഒരു പേര് ഞാൻ മറന്നു,
കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു കൃതി തന്നെയുണ്ട്, മാപ്പിള രാമായണം പാഠവും പഠനവും എന്ന പേരിൽ എം എൻ കാരശ്ശേരി അതിനെ രചിച്ചിട്ടുണ്ട്. അപ്പോ ഈ മാപ്പിള രാമായണത്തിൽ രാമായണത്തിന്റെ കഥയാണ് പറയുന്നത്. ഇത് മാപ്പിളപ്പാട്ടിന്റെ രചനാരീതി ഏറെക്കുറെ അവലംബിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കയ്യിൽ ഒരു നോട്ടുണ്ട്, ഞാൻ എടുക്കാം, നോക്കിയാൽ കൃത്യമായി പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ. അപ്പോ ശ്രീരാമന്റെ ജനനം, സീതാ സ്വയംവരം, പട്ടാഭിഷേകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. അതിന്റെ പാട്ട് ഞാൻ തുടക്കം പാടിത്തരാം. പണ്ട് പാടിക്കാരനൗലി പാടി വന്നൊരു പാട്ട്, കണ്ടതല്ലേ ഞമ്മളീ രാമായണം കഥ പാട്ട്, കർക്കിടകം കാത്തു കാത്തു കാത്തിരിക്കും പാട്ട്, കാതു രണ്ടിലും കവിരലൊഴി കൂട്ടും പാട്ട്. പക്ഷെ ഈ പാട്ടിന്റെ രചന ഒരു മാപ്പിള പാട്ടിന്റെ ഇശലിലും രീതിയിലും ആണെങ്കിൽ പോലും രാമായണത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ കളിയാക്കിക്കൊണ്ടും അപഹസിച്ചുകൊണ്ടും ചിലയിടത്തൊക്കെ തെറി പറഞ്ഞുകൊണ്ടും ആണ് ഇതിന്റെ രചന പോകുന്നത്. അപ്പോ ഇത് ആരോ കെട്ടിയുണ്ടാക്കിയ ഒരു ഹാസ്യ കവിതയാണ് എന്നാണ് ഇപ്പോൾ ഏറെക്കുറെ എം എൻ കാരശ്ശേരി അടക്കം അതിനെക്കുറിച്ച് പറയുന്നത്. മാപ്പിളപ്പാട്ടിന്റെ രീതിയിൽ മാപ്പിള രാമായണവും രചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്. ഇത് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് എം എൻ കാരശ്ശേരിയാണ്. TH കുഞ്ഞിരാമൻ നമ്പ്യാരുടെ കയ്യിൽ നിന്നാണ് എം എൻ കാരശ്ശേരിക്ക് ഇത് കിട്ടിയത്. വടകരക്കാരനായ TH കുഞ്ഞിരാമൻ നമ്പ്യാർ. ഇനി എന്താണ്? ഹലോ സാർ, മാപ്പിള അറബി മലയാള സാഹിത്യത്തിലെ ഗദ്യ സാഹിത്യത്തെ പറ്റി ഒന്ന് പറയാമോ? അറബി മലയാള സാഹിത്യത്തിലെ ഗദ്യ സാഹിത്യം ഞാൻ എൻ്റെ നോട്ടെടുക്കട്ടെ. സർ, അതോടൊപ്പം ഈ കൈകൊട്ടിപ്പാട്ട് എന്നുള്ളത് കല്യാണപ്പാട്ടിൽ ഉൾപ്പെടുന്നതാണോ ഈ കൈകൊട്ടിപ്പാട്ട് എന്ന് പറയുന്നത്? കൈക്കൊട്ടിപ്പാട്ട് കല്യാണപ്പാട്ടിലും ഒപ്പനപ്പാട്ടിലും തിരുവാതിരപ്പാട്ടിലും വാർഗംകളിയിലും എല്ലാം ഉണ്ട് കൈക്കൊട്ടിപ്പാട്ട് കേട്ടോ. അത് മാപ്പിളപ്പാട്ടിൽ വരുമ്പോൾ അത് ഒപ്പനയുടെ ഭാഗമാകുന്നു എന്നേ ഉള്ളൂ. കൈക്കൊട്ടിപ്പാട്ട് എന്ന പേരിൽ മാപ്പിളപ്പാട്ടിൽ രചനയില്ല. ഓക്കെ. അപ്പോ അറബി മലയാളത്തിലെ ഗദ്യ സാഹിത്യങ്ങൾ അതിവിപുലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സലാഹുൽ ഇഖ്വാൻ, റഫീഖുൽ ഇസ്ലാം എന്നീ പത്രങ്ങൾ, ഹിദായത്തുൽ ഇഖ്വാൻ, അൽ ബയാൻ, നിസാ ഉൽ ഇസ്ലാം, തുഹ്ഫത്തുൽ അഖയാർ, അൽ ഇസ്ലാഹ് തുടങ്ങിയ മാസികകൾ. ഈ മാസികകളിൽ വന്ന ലേഖനങ്ങൾ മുഴുവനും, ആ ലേഖനങ്ങൾ ചരിത്രമുണ്ട്, സാഹിത്യ നിരൂപണങ്ങളുണ്ട്, വൈദ്യ ലേഖനങ്ങളുണ്ട്, യാത്രാ വിവരണങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ അതിൽ പല ലക്കങ്ങളുണ്ട്. അതൊക്കെ അറബി മലയാളത്തിൽ രചിക്കപ്പെട്ടു. അപ്പൊ വലിയൊരു ഗദ്യ സാഹിത്യത്തിന്റെ, ഒരുപക്ഷെ മലയാളത്തിന്റെ ലിപിയിൽ, നമ്മുടെ മലയാളത്തിന്റെ ലിപിയിൽ ഗദ്യം പുഷ്ടിപ്പെടുന്നതിന് മുമ്പേ തന്നെ അറബി മലയാള ഗദ്യ സാഹിത്യം വന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ചാർ ദർവേഷ് എന്ന് പറഞ്ഞാൽ 4, ഹിന്ദിയിലെ ചാർ ദർവേഷ് എന്ന പേരിലുള്ള ഒരു പേർഷ്യൻ നോവലിന്റെ വിവർത്തനം നമ്മുടെ ഇന്ദുലേഖ രചിക്കപ്പെടുന്നതിന് മുമ്പേ അറബി മലയാളത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇന്ദുലേഖ രചിക്കപ്പെടുന്നതിന് മുമ്പേ അറബി മലയാളത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. 1883 ചാർ ദർവേഷ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1883. ഇതേപോലെ ഡിക്ഷണറികൾ, ഉദാഹരണം ചാക്കീരി മൊയ്തീൻ കുട്ടിയുടെ ഭാഷാഭൂഷണം പര്യായ നിഘണ്ടു. ചാക്കീരി മൊയ്തീൻ കുട്ടിയാണ് ഇത് രചിച്ചത്. ഈ ചാക്കീരി മൊയ്തീൻ കുട്ടിയുടെ ബദർ പട വേറെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ബദർ പടപ്പാട്ട്. അദ്ദേഹം മൊയ്ൻകുട്ടി വൈദ്യർക്കും മുമ്പേ ജീവിച്ചിരുന്ന കവിയാണ് ചാക്കീരി മൊയ്തീൻ കുട്ടി. ഈ ചാക്കീരി മൊയ്തീൻ കുട്ടി തന്നെ പര്യായ നിഘണ്ടു, ആ പര്യായ നിഘണ്ടുവിന്റെ പേര് ഭാഷാഭൂഷണം പര്യായ നിഘണ്ടു.
അതേപോലെ തന്നെ മറ്റൊരു നിഘണ്ടുവാണ് ഖവ്വാസുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന വേറൊരു നിഘണ്ടു ഉണ്ട്. അറബി മലയാളം നിഘണ്ടു തിരൂരുകാരനാണ് എഴുതിയത്, പറമ്പിൽ കുഞ്ഞഹമ്മദ്. അറബി മലയാളം നിഘണ്ടു. ഇങ്ങനെ ഒട്ടേറെ കൃതികൾ, അതായത് വൈദ്യ കൃതികളുണ്ട്, ചരിത്ര കൃതികളുണ്ട്, അതേപോലെ മുസ്ലിങ്ങളെ പോരാട്ടത്തിന് പ്രചോദിപ്പിക്കുന്ന ധാരാളം കൃതികളൊക്കെ അറബി മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. സാറേ, ഈ അറബി മലയാളത്തിന് തിരൂരങ്ങാടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തിരൂരങ്ങാടിയുമായിട്ട് ബന്ധമുണ്ട്. തിരൂരങ്ങാടി ബന്ധമുണ്ട്. കാരണം തിരൂരങ്ങാടിയിൽ ആണ് അറബി മലയാളത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രസ് ഉണ്ടായിരുന്നത്. 1856 ഈ പ്രസ് സ്ഥാപിക്കപ്പെട്ടത്. 1856 1856 തിരൂരങ്ങാടിയിൽ പ്രസ് സ്ഥാപിച്ചത്. ഈ കേരളത്തിൽ അറബി മലയാളം പ്രസിന്റെ ഒരു ചരിത്രം കൂടെ ഉണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. കോഴിക്കോട്ട് നിന്നും പ്രസിദ്ധീകരിക്കുന്നതിന്റെ മുമ്പ്, അതായത് കോഴിക്കോട് കേന്ദ്രമായി, തലശ്ശേരി കേന്ദ്രമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ബോംബെയിൽ നിന്നായിരുന്നു അറബി മലയാളം അച്ചടി. നമ്മൾ മലയാളത്തിന്റെ കഥ അത് തന്നെയാണല്ലോ, മലയാള അച്ചടിയുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ബോംബെയിൽ നിന്നാണ് ആദ്യമായി അച്ചടിച്ചിരുന്നത്. പിന്നെ നാദാപുരം, അതേപോലെ തലശ്ശേരി തുടങ്ങിയ സ്ഥലത്ത് പ്രസ് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. തിരൂരങ്ങാടിയിൽ സ്ഥാപിക്കപ്പെട്ട ഈ പ്രസ്സാണ് അവിടെ നിന്നുള്ള കൃതികൾ കണ്ടെടുക്കപ്പെട്ട ആദ്യ പ്രസ്. 1856 ഈ പ്രസ്സിന്റെ ഉള്ള ആ പ്രസ് കുറെ കാലം നിലനിൽക്കുകയും ചെയ്തു. പക്ഷെ പൊന്നാനിയിലും തലശ്ശേരിയിലും നാദാപുരത്തും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന പ്രസ്സിന്റെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അവിടെ തിരൂരങ്ങാടിക്ക് അറബി മലയാളവുമായി ബന്ധപ്പെട്ട് ഒരു പാരമ്പര്യമുണ്ട്. സാറേ, തിരുവങ്ങാടിലെ പ്രസ് ഇപ്പോ നിലവിലൊന്നും ഇല്ലല്ലോ. ആ പ്രസ് നിലവിലുള്ള, പക്ഷെ തിരൂരങ്ങാടിക്ക് മുസ്ലിം പ്രസിദ്ധീകരണങ്ങളുടെ ഒരു പ്രസാധനത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അൽ അമാൻ പോലെയുള്ള തിരൂരങ്ങാടി പ്രസ്, തിരൂരങ്ങാടി പ്രസ് തന്നെയാണ് പേര്, പോലെയുള്ള ധാരാളം പ്രസിദ്ധീകരണാലയങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ അതൊക്കെ കോഴിക്കോടാണ് അതിന്റെ കേന്ദ്രം ഇപ്പോൾ, തിരൂരങ്ങാടി എന്ന് പറയും. എന്നാലും തിരൂരങ്ങാടിയുടെ ഒരു പാരമ്പര്യത്തിലാണ് അത് അറിയപ്പെടുന്നത്. മാത്രമല്ല ഒട്ടേറെ അറബി മലയാളം, മുസ്ലിം മലയാളം കൃതികളും തിരൂരങ്ങാടിയിൽ നിന്ന് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഖുർആനിനുണ്ടായ ആദ്യ പരിഭാഷയും അറബി മലയാളത്തിലാണ്. മായൻകുട്ടി ഇളയ എന്ന ആളാണ് അത് നിർവഹിച്ചത്. നിങ്ങൾ മുൻപ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മലയാളത്തിൽ ഖുർആനിനുണ്ടായ ആദ്യ പരിഭാഷ മായൻകുട്ടി ഇളയ, കണ്ണൂരിൽ നിന്നാണ് അത് വന്നത്. അദ്ദേഹം അറക്കൽ രാജവംശത്തിലെ ഒരു പണ്ഡിതനായിരുന്നു, ആ കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു, മായൻകുട്ടി ഇളയ. മാഷേ, ഈ മാപ്പിളപ്പാട്ട് രചനാരംഗത്തെ വനിതാ സാന്നിധ്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, നല്ല ചോദ്യമാണ്. മാപ്പിളപ്പാട്ട് രചനാരംഗത്ത് ധാരാളം വനിതകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഏറനാട് ഹലീമ ബീവിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഹലീമ ബീവി, ഹലീമ ബീവി അല്ല, പി കെ ഹലീമ, ബി ആയിഷക്കുട്ടി, നടുത്തോട്ടിൽ ആയിഷ, കുഞ്ഞാമിന, കുഞ്ഞായിഷ, ആസ്യ, സൈനബ, പുത്തൂർ ആമിന, ജമീല ബീവി. ഇത്രയും പേര് മാപ്പിളപ്പാട്ട് രചിച്ച സ്ത്രീകളാണ്. ഇവരുടെ രചനകൾ കൂടുതൽ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഇവരുടെ രചനകളുടെ പ്രത്യേകത, പണ്ട് കാലത്ത് സ്ത്രീകളുടെ കല്യാണപ്പുരകളിൽ, സ്ത്രീകളുടെ ഭാഗത്ത് പുരയിൽ ഇപ്പോഴും നിങ്ങൾക്ക് അത് കാണാം. മുസ്ലിം കല്യാണത്തിന് പോയാൽ സ്ത്രീകൾക്കൊരു ഭാഗവും പുരുഷന്മാർക്കൊരു ഭാഗവും ആയിരിക്കും. ഈ സ്ത്രീകളുടെ ഭാഗത്ത് പണ്ട് കാലത്ത് ധാരാളം പാട്ടുകൾ, രാത്രിയായിരുന്നു കല്യാണം നടക്കുക, രാത്രി പാട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പി കെ ഹലീമയൊക്കെ ഈ കല്യാണപ്പാട്ട് സ്വയം നിമിഷ നേരം കൊണ്ട് പാട്ട് കെട്ടിപ്പാടിയിരുന്ന ആളുകളായിരുന്നു.
അതുകൊണ്ട് വാമൊഴിയിലാണ് ഇവരുടെ പാട്ടുകളെല്ലാം പ്രചരിച്ചിരുന്നത്. ലിഖിത രൂപം അതിന് കിട്ടിയിട്ടില്ല. പ്രഗത്ഭമായ പ്രസിദ്ധമായ രചനകളൊന്നും സ്ത്രീകളുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. ഇങ്ങനെയുള്ള രചനകളുണ്ട്. പക്ഷെ ഇത്രയും പേരുകൾ ഈ രംഗത്ത് ഉണ്ടായതായിട്ട് ഈ മാപ്പിള കവിതകളെ പരിചയപ്പെടുത്തുന്ന കൃതികളിലൊക്കെ കാണാം. അതിൽ നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു പേരാണ് ഈ പി കെ ഹലീമയുടെ പേര്. പി കെ ഹലീമ ധാരാളമായിട്ട് അറിയപ്പെടുന്ന ഒരു മാപ്പിള കവയിത്രിയാണ്. സർ, അവരുടെ പുസ്തകങ്ങളുടെ പേര് പറയാൻ പറ്റുമോ? ഇല്ല, അതാ പറഞ്ഞത്. അവരുടെ രചിക്കപ്പെട്ട പുസ്തകങ്ങളായിട്ട് ഇറങ്ങിയിട്ടില്ല. ഈ പാട്ടുകൊണ്ട് ചൂട്ടുകത്തി മൂത്തുകുത്തും ഞാനടി, പാട്ടുകാരൻ സീട്ടി കെട്ടിയ പെണ്ണ് ഞാനെന്നോർക്കടി എന്ന ഒരു പ്രസിദ്ധമായ രചന, ഒരു ഈരടി ഈ ഏറനാട് മാളു ഉമ്മ, ഏറനാട്ട് മാളു ഉമ്മ എന്ന ഒരാളുടെ പേരിൽ പ്രസിദ്ധമാണ്. ഏറനാട്ട് മാളുത്താത്ത, ഏറനാട്ട് മാളു ഉമ്മ, രണ്ടുപേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവരാണത്ര ഈ ഈരടിയുടെ രചയിതാവ്. പാട്ടുകൊണ്ട് ചൂട്ട് കെട്ടി മൂത്തു കുത്തും ഞാനടി, പാട്ടുകാരൻ സീട്ടി കെട്ടിയ പെണ്ണ് ഞാനെന്നോർക്കടി എന്ന ഈ ഈരടി. ഇങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ അല്ലാതെ അവരുടെ പേരിൽ കൃതികളൊന്നും ലഭ്യമല്ല. മാഷേ, ഹലോ, പറയും. ചന്ദിരസുന്ദരി എന്ന് പറയുന്ന ഒരു കൃതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചന്ദിരസുന്ദരിമാല. ഓക്കെ, എന്താ അത് ചോദ്യം? പി കെ ഹലീം എഴുതിയതാണോ അത്? ആണ് പി കെ ഹലീം എഴുതിയതാണ്. അത് കിട്ടിയിട്ടുണ്ടോ? വായിക്കാൻ കിട്ടിയിട്ടുണ്ടോ? ചന്ദിരസുന്ദരി എന്നൊരു പേര് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചന്ദിരസുന്ദരി മാല എന്ന ഒരു മാല അവർ എഴുതി എന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ ഞാനത് കണ്ടിട്ടില്ല. ഇനി ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചന്ദിരസുന്ദരി മാല എന്നാണ് അതിന്റെ പേര്. ഇനി നമുക്ക് അവസാനിപ്പിക്കാം. 1 മണിക്കൂറായി. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി വാട്സാപ്പിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാം. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം.